വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് ലൂബിക്ക എങ്ങനെ കേടുകൂടാതെ ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് നോക്കാം. ലൂബിക്ക ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞെടുത്തതാണ്. ചില സ്ഥലങ്ങളിൽ ലൂബിക്കയ്ക്ക് ലവ്ലോലിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ലൂബിക്ക എന്നാണ്. നമ്മൾ ലൂബിക്ക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നല്ലതുപോലെ പഴുത്തത് ഇട്ടാൽ ഒരാഴ്ച കൊണ്ട് അത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പിന്നെ നമുക്കങ്ങ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പം നമ്മൾക്ക് കുറേ നാൾ അത് കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏകദേശം ഇതേപോലെയുള്ള ലൂബിക്കയാണ്. അധികം റെഡ് കളറാവാതെ ഒരു റോസ് കളറായി വരുന്ന ലൂബിക്ക എടുത്താൽ 1 വർഷമല്ല 2 വർഷമായാലും അത് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുവെച്ചതിൽ ബാക്കിയുള്ള ലൂബിക്കയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ലൈറ്റ് റോസ് കളറുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഇനി ഞാനിത് തുറന്ന് കാണിക്കാം ഇത് ഏത് രീതിയിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നുള്ളത്. ഈ ലൂബിക്ക അത് കണ്ടോ, ഞാൻ നല്ലപോലെ പ്രസ് ചെയ്തിട്ടും ഇത് ഉടയാത്തത് കണ്ടോ. ഇനി ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്താൽ ചിലപ്പോൾ ഇത് ഉടയും. കണ്ട, ഇത്രയും പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഉടയുന്നത്. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറേ ദിവസം ഇരിക്കണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അധികം പഴുക്കാത്തത് ഇടാം. കണ്ടോ, ഇത്രയും പ്രസ് ചെയ്തിട്ടും കണ്ടോ 1 വർഷം കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഇനി ഞാൻ നല്ലപോലെ ബലം പിടിച്ചാൽ മാത്രമേ ഇത് തുറന്നു വരുള്ളൂ. കണ്ടോ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് റോസ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇത് ഉപ്പിലിടേണ്ടത്, ഒരു കുപ്പി അല്ലെങ്കിൽ ഭരണി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഞാൻ അങ്ങനെ ഒരു കുപ്പി ഇവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്കാണ് ഞാൻ എൻ്റെ ലൂബിക്ക ഇടാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പുവെള്ളമാണ്. അത് നമ്മൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് അത് നന്നായി ആറിയതിന് ശേഷം മാത്രമേ അതിലേക്ക് ലൂബിക്ക ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ തിളപ്പിച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ആറിയ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ പൂപ്പലൊന്നും വരില്ല, ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വിനാഗിരി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ഇടാൻ കുറച്ച് മുളകാണ്. അത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇടാം, പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ മുളകാണ്. ഈ മുളകിന് നല്ല എരിവുണ്ട്, നല്ലൊരു വാസനയുമാണ്. അപ്പോൾ ഉപ്പിലിട്ടതിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റും നല്ലൊരു വാസനയും കിട്ടുന്നതുകൊണ്ട് ഞാൻ ഈ മുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം കാന്താരി മുളകാണെങ്കിൽ കാന്താരി മുളക് ഉപയോഗിക്കാം. ഇല്ല ഇങ്ങനത്തെ മുളകോ അല്ലെങ്കിൽ ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ പച്ചമുളകായാലും ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജാറിലേക്ക് ഒരു മുളക് എടുത്ത് അരിഞ്ഞിടാം. ഇനി അരിഞ്ഞിട്ട മുളകിൻ്റെ മീതെ നമുക്ക് ലൂബിക്ക കുറച്ചിടാം. ഇനി വീണ്ടും അതിലേക്ക് ഒരു മുളക് കൂടി അരിഞ്ഞിടാം. ഇത് നല്ല എരിവുള്ള മുളകാട്ടോ. ഇനി വീണ്ടും നമുക്ക് ലൂബിക്ക ഇടാം. വീണ്ടും ഒരു മുളക് കൂടി ഇടാം. കുപ്പിയിലേക്ക് നിറച്ച് നമ്മൾ ഇടരുത്, കുറച്ച് താഴെയായിട്ട് നമ്മൾ നിർത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ,
ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നു. വെള്ളവും കൂടെ ഒഴിച്ചപ്പോൾ ശരിക്കും ആ കുപ്പിയുടെ ആ ലൈൻ വരെ വന്നു നിന്നു. ഇനി നമുക്ക് ഈ സ്പേസ് നമുക്ക് അടച്ചു വെക്കാനുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ആദ്യം തന്നെ മുളകിട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്ക് വെച്ച് മുളകിടാൻ നിന്നാൽ താഴെയുള്ള മുളക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ആദ്യം മുളകിട്ട് അതിന് മീതെ ലൂബിക്ക ഇട്ട്, അപ്പോൾ ആ സ്പേസിലൊക്കെ മുളകിൻ്റെ അംശം ഇങ്ങനെ കിടക്കും. അതിനുശേഷം വീണ്ടും ഇട്ട് അങ്ങനെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് മുളക് മേലെ വന്ന് കിടക്കും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഉപ്പുവെള്ളം എല്ലാം ഇതിലേക്ക് ഇറങ്ങി. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. ഇത് 2 വർഷം വരെ വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും. പഴുക്കാത്തത് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കോ അതിന് പിന്നത്തെ വർഷത്തേക്കോ അത് അതേപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ അലുത്തു പോകും. പഴുത്തതായാൽ വേഗം അലുത്തു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലൂബിക്ക ഉപ്പിലിട്ടു. ഈ ഉപ്പിലിട്ട ലൂബിക്ക നമ്മൾക്ക് ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാൽ ഇതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കുറച്ച് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും. കാരണം നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് വേഗം എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പഴുത്തത് എടുക്കണം. അപ്പോൾ പഴുത്തതാകുമ്പോൾ 4 ദിവസം കൊണ്ടൊക്കെ നല്ല പോലെ അലുത്ത് വരും. അപ്പോൾ നമുക്കതെടുത്ത് ഉടച്ച് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചിട്ട് അതിൽ പച്ചമുളകോ കാന്താരി മുളകോ അല്ലെങ്കിൽ മുളക് പൊടി വേണ്ടവർക്ക് അതോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഉടച്ച് നന്നായി കുഴച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. പിന്നെ അതേപോലെ ഇത് ഉപ്പിലിട്ടതിന് ശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ അച്ചാറാക്കിയാലും വളരെ ടേസ്റ്റ് ആയിരിക്കും. പച്ച അച്ചാറാക്കുന്നതിനേക്കാളും ഇത് ഉപ്പിലിട്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അച്ചാറാക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ ലൂബിക്ക ഉപ്പിലിട്ടത്. ഇപ്പോൾ ലൂബിക്കയുടെ സീസണാണ്. മിക്ക സ്ഥലങ്ങളിലും ലൂബിക്ക ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.